കൃഷ്ണ, ഈ നാദം ഇനി എത്ര നേരം? ഗോപാല കൃഷ്ണ ആനന്ദ സ്വരൂപ ഹരിമുകുന്ദ ഗോപാല കൃഷ്ണ ഹരിമുകുന്ദ. അദ്ദേഹത്തിന് ഇപ്പൊ എങ്ങനെയുണ്ട്? ആശ്വാസമുണ്ട്. എല്ലാം കൃഷ്ണന്റെ കടാക്ഷം. നേദിച്ച പാൽപായസം പാത്രത്തിലേക്ക് പകർന്നോളൂ. ഇത് നിനക്ക്. ഒന്ന് നിക്കടോ. ഇല്ല, ഞാൻ തരില്ല. എനിക്ക് താ. നമുക്കെല്ലാം കുഞ്ഞുവാവയ്ക്ക് കൊടുക്കാം. അവൻ എന്താ ഒരു കുസൃതി. അവൻ എപ്പോഴും ഇങ്ങനെയാ. 10 ഗുണം 10 ഗുണം എന്നല്ലേ ചൊല്ല്. തന്റേതല്ലേ പുത്രൻ. നമുക്ക് പിന്നെ കളിക്കാം. ശരി, നമുക്ക് പിന്നെ കളിക്കാം. കാര്യക്കാരുടെ എന്റെ കാര്യം കൂടെ. തീർച്ചയായും. എന്താ മണിയാ മുഖത്തൊരു വല്ലായിക? ഈ നേദ്യ അങ്ങോട്ട് വെച്ചോളൂ, ഉണ്ണിയേക്ക് കൊടുക്കാലോ. നിന്റെ ദീന എങ്ങനെയുണ്ട്? ഒരു കുറവുമില്ല. ഇന്ന് ചെല്ലാൻ വൈദ്യൻ പറഞ്ഞതാ. കയ്യിൽ കാശില്ലാത്തതുകൊണ്ട്. ഭഗവാനെ പ്രാർത്ഥിക്കുക, എല്ലാം നേരെയാവും. എന്താ ആവശ്യമെന്ന് വെച്ചാ ഇല്ലത്തേക്ക് വരിക. അമ്മേ, അമ്മേ. ആ ചെല്ലോ ഇഞ്ഞെടുത്തോളൂ. തെക്കേടത്തുനിന്നും സുഭദ്രാമ വന്നിരുന്നു. പതിവ് പോലെ ഇല്ലത്തെ കഷ്ടങ്ങളൊക്കെ പറഞ്ഞപ്പോ ഞാൻ പിന്നെയും 2 ഇടങ്ങഴി അരിങ്ങട് കൊടുത്തു. കഷ്ടം. നന്നായി, അഷ്ടിക്കുള്ളതായല്ലോ. അതിങ്ങക്കൊരു തുണ വേറെ ആരാ ഉള്ളേ? നമ്പൂരിക്ക് നാടൊട്ടാകെ വേലിയല്ലേ, പിന്നെങ്ങനെ ഇല്ല നശിക്കാതിരിക്കാ? ഉണ്ണി ഉറങ്ങിയോ? അമ്പലത്തിൽ എല്ലാവരുടെയും ദൃഷ്ടി ഉണ്ണിയുടെ മേലായിരുന്നു. എന്താ ഇപ്പൊ അങ്ങനെ? ഉണ്ണിയുടെ കുസൃതി തന്നെ. എന്നാ ഉണ്ണിക്ക് ദൃഷ്ടിദോഷത്തിന് എന്താന്ന് വെച്ചാ അങ്ങോട്ട് ചെയ്യാ. ഹലോ, എന്താടാ? ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക. ഞാൻ ഇന്നലെ ലൈബ്രറിയിൽ ഉണ്ടായിരുന്നു. ഏയ്, ആരിനും ഒപ്പം ഉണ്ടായിരുന്നു. പോടാ, അങ്ങനെയൊന്നുമില്ല. ജപത്തിനിടയിലാണോ കുട്ടിയെ ഫോൺ സംവാദം? ഞാൻ പിന്നെ വിളിച്ചോളാവേ. ഞാൻ അമ്മയോട് പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, ഫോണിൽ സംസാരിക്കുമ്പോ ഇടയ്ക്ക് കയറി സംസാരിക്കരുതെന്ന്. കഷ്ടം. കലിയുഗം ആരോട് പറയാ എന്റെ കൃഷ്ണ? എന്തായി കാണണേ? വഴിയെങ്ങനെ മാറിയോ? എന്താ ഏട്ടത്തിയെ ഇങ്ങനെയൊക്കെ പറയാൻ? ഏയ്, ഈ വരവിൽ എന്തേലും കാര്യം കാണുവേ. എന്നാ ഏട്ടത്തിയെന്നെ പറയ്. അനന്തന്റെ പിറന്നാളാ? അല്ലാന്നേ, ഇന്ന് ഞങ്ങളുടെ വേളി കഴിഞ്ഞിട്ട് 25 ആണ്ടായി.
വാ. ഹായ് ഡാ, എപ്പോ എത്തി? ഇപ്പൊ എത്തിയുള്ളൂ? ഇപ്പൊ എത്തിയുള്ളൂ. നീ നാളെ ഫ്രീയാ? എന്താ? നാളെ എനിക്ക് എക്സാം ഫീസ് അടയ്ക്കണം. നീയും കൂടെ വരണം. അരവിന്ദിന്റെ ബൈക്ക് കിട്ടിയാൽ ഞാൻ കൊണ്ടാക്കാം. പോരെ? ഓക്കെ. ആ തീയം കെടുത്തിക്കോളൂ രാമുവേ. ആ എന്താ രാമുവേ അവിടെ തന്നെ നിന്നേ? അല്പം കഴിഞ്ഞിറങ്ങരുതോ? ഇല്ല ചേട്ടാ, ഇരുട്ട് വീണ വരുമ്പത്ത് പൂർണ്ണന്റെ ശല്യ. എന്നാ അവരെ ഇനി വിളിക്കുക. അമ്മേ, എന്നാ ഞങ്ങള് ആയിക്കോട്ടെ. വരട്ടെ ഏട്ടത്തിയെ. എടാ, ഇതും കൂടെ കൊണ്ടുപോ. രാജകലയും ഏരപ്പാളി വേഷവും നീയാ അവനെ വഷളാക്കുന്നത്. ഞാൻ എന്ത് ചെയ്തു എന്നാ നിങ്ങളീ പറയുന്നേ? നീ എവിടെ പോയി കിടക്കുമായിരുന്നു? വിളിച്ചാലോട്ട് ഫോൺ എടുക്കേയില്ല. രാവിലെ അല്പം മയങ്ങിപ്പോയി. ഓ, അപ്പൊ രാത്രി മൊത്തം ചാറ്റിങ്ങിലായിരുന്നു അല്ലേ? നിർത്തടാ. ശരി. അത് കേറ്. നമുക്കൊരു സിനിമയ്ക്ക് പോയല്ലോ. എന്റെ കയ്യിൽ എക്സാം ഫീസ് എന്ന് പറഞ്ഞ് വാങ്ങിച്ച കാശേ ഉള്ളൂ. അതൊക്കെ മതി. ഓക്കെ. പരീക്ഷ ഫീസ് കൊടുക്കാനുള്ളതായി. കോളേജ് ഫീസും കമ്പ്യൂട്ടർ ഫീസും കൊടുക്കാനുള്ള കാശ് ആരോട് കടം വാങ്ങും എന്റെ കൃഷ്ണ? എനിക്കൊരു നിശ്ചയമില്ല. ഇവളിങ്ങനെ പഠിപ്പിച്ചാൽ മാത്രം മതിയോ? എല്ലാരും വേളിക്കാരും ചോദിച്ചു തുടങ്ങിയിരിക്കണു. എനിക്ക് ആശയമില്ലാഞ്ഞിട്ടാ. ഇന്ന് കാര്യക്കാരോട് എന്തെങ്കിലും കൂട്ടിത്തരാൻ പറയണം. ഇല്ലാണ്ട് എങ്ങനെയാ കഴിയുക എന്റെ കൃഷ്ണ? വിലുമായി ജന്മങ്ങൾ താണ്ടി ഞാൻ വരികയായി ദ്വാരക തേടി, ഗുരുവായൂർ കണ്ണനെ തേടി. എന്താ ഇത്? ഇതുവരെ കഴിഞ്ഞില്ലേ? ആവശ്യമുള്ള സാധനങ്ങൾ അവിടെ കഴുകി വെച്ചിട്ടുണ്ട്.
ദരിദ്രവാസി പോറ്റി വരുന്നുണ്ട്. കടം വാങ്ങി കുറേയായി. ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേര്. മണിയില്ലേ ഇവിടെ? ഇല്ല പോറ്റി, വരാൻ വൈകുമല്ലോ. മാത്രമല്ല ആർക്കും കടം കൊടുക്കണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇല്ലത്ത് പഷ്ണിയാവുമല്ലോ എന്റെ കൃഷ്ണ. ഏട്ടൻ നേരത്തെ എത്തിയോ? എത്രയാന്ന് വെച്ചാ ഇല്ലത്ത്? അമ്പലം വിട്ടപ്പോ ഉള്ള വരുമാനവും പോയില്ലേ? മോളെ പഠിത്തത്തിനും ഇല്ലത്തെ ചിലവും അകത്തുള്ളവർക്കും മരുന്നിനും മന്ത്രത്തിനുമായി കടം വാങ്ങാത്ത ഒരിടവും ഇല്ല. ഇനി എന്താ ചെയ്യുക എന്റെ കൃഷ്ണ? വീട്ടിലെ കാര്യവും ഏതാണ്ടൊക്കെ ഇതുപോലെ തന്നെയാ. ഒരു മകനുള്ളത് അനുസരണ എന്നത് തീരെയില്ല. അവനെ വഷളാക്കുന്നത് അവളാ, എന്റെ ഭാര്യ. സംസാരിച്ചിരുന്ന സമയം പോയതറിഞ്ഞില്ല. ഞാൻ ഇല്ലത്തേക്ക് മടങ്ങ. പാറു എത്തിക്കാണേ. എന്നാ നടക്കാം. എന്റെ ചില കമ്പനികളെ പറ്റി ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? അവർക്ക് നിന്നെ ഇന്ന് കണ്ടേ പറ്റുള്ളൂ പറയുന്നത്. ശരി. ഹലോ, എന്തൊക്കെയുണ്ടടേ? സുഖം തന്നെ? എന്തടേ നിന്നൊക്കെ കണ്ടിട്ട് എത്ര നാളായി? ദുബായിലൊക്കെ എങ്ങനാ? ചൂടാ തണുപ്പാ? സുഖം തന്നെ? എടാ, പെറ്റീഷൻ ഞാൻ നിന്റെ കൊടുത്തിട്ടുണ്ട്, ട്രിവാൻഡ്രത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഓക്കെ ആവും. അളിയാ വിളിക്കാം. പോറ്റിയോ? പോറ്റി സന്ധ്യക്ക് എങ്ങോട്ടാ? ഇല്ലത്തേക്ക്. ഇല്ലത്തേക്കുള്ള കൈവഴി കഴിഞ്ഞല്ലോ പോറ്റി. പോറ്റിയെ കാണുമ്പോൾ ഗൗരവമുള്ളൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താന്ന് വെച്ചാ പറഞ്ഞോളൂ. പോറ്റിയുടെ മകൾക്ക് തുറയിലേതോ നസ്രാണി ചെക്കനുമായി അടുപ്പമുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു. അവനപ്പം മകളെ പലയിടത്തും കണ്ടതാണല്ലോ. നാട്ടിലൊക്കെ സംസാരമാണ്. അറിഞ്ഞോ പോറ്റി? ഓ, ഇന്നത്തേക്കായി എന്തൊരു സമാധാനം. ഇത്ര വൈകിട്ട് പാറു എത്തിയിട്ടില്ല. കൃഷ്ണ, രാമേ, രാമു, ആരും ഇല്ലേ ഇവിടെ? എന്താ ഏട്ടാ? പാറു ഇത്ര ഇരുട്ടിയിട്ടും ഇല്ലത്തെത്തിയിട്ടില്ല. ഞാൻ എന്താ ചെയ്യാ? ഏട്ടൻ വിഷമിക്കാതെ, നമുക്ക് അന്വേഷിക്കാം. കോളേജ് വിദ്യാർത്ഥിനി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട നിലയിൽ മെഡിക്കൽ കോളേജ് ഐസിയുവിൽ പ്രവേശിപ്പിച്ചു. പ്രതിക്കായി പോലീസ് തെരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? എന്തോ ഇത് വലിയ കഷ്ടമായി. ഹലോ, ഞാനിപ്പോ ആ കുട്ടിയുടെ വീട്ടിലാ. ഇതുവരെ ഒന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. അവിടെയോ? മോളെന്നും പഠിക്കാൻ പോണെന്നായിരുന്നു ആ പാവത്തിന്റെ വിചാരം. അവൾ ആള് ശരിയല്ലെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. ഞാൻ രാവിലെ അറിയാൻ സംബന്ധം. അതെ അതെ, എന്നിട്ട് കാര്യമില്ല. സംഭവിച്ചു. പക്ഷെ ഇന്നിപ്പോ ഒരു കിലോ അരി വാങ്ങിക്കാൻ പോലും അവസ്ഥ വളരെ ദയനീയമായി പോയി.
വരുന്നുണ്ട്. ഊണാക്ക്. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ? പറയൂ.